കൊച്ചി പച്ചാളത്ത് കണ്ടെയ്നർ ലോറി റെയിൽവേ ഹൈറ്റ് ഗേജിനിടയിൽ കുടുങ്ങി. ചാത്തിയാത്ത് റോഡിലേക്ക് തിരിഞ്ഞ ലോറിയാണ് കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തി ഗേജ് മുറിച്ചു മാറ്റിയെങ്കിലും പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. സജോ ദേവസ്യ നമുക്കൊപ്പം. സജോ ദേവസ്യ, ഇതെന്താണ് സംഭവിച്ചത്? ഈ ഗേജ് മുറിച്ചു മാറ്റാനുള്ള നടപടികൾ എന്തായി? മുറിച്ചു മാറ്റിക്കഴിഞ്ഞിട്ടും ഗതാഗതക്കുരുക്കാണോ? സുജയ, ഈ ഗേറ്റിന്റെ മുകൾ ഭാഗത്തെ ബാർ ഇപ്പോൾ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ വന്നെത്തി മുറിച്ചു മാറ്റി കണ്ടെയ്നർ ലോറിയും അവിടെ നിന്ന് നീക്കാനായിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് ഒരു മണിക്കൂർ സമയത്തോളം ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ പോയി. അവിടെ ഹൈറ്റ് ഗേജ്, റെയിൽവേയുടെ ഹൈറ്റ് ഗേജ് ആണ് അവിടെ സ്ഥാപിച്ചിരുന്നത്. അതുവഴി കണ്ടെയ്നർ പോകാൻ അനുമതി ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തത കുറവുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്ന് പോലീസ് പറയുന്നു. ആ ഭാഗത്തു കൂടി കടന്നു വന്നു. ആ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ഹൈറ്റ് ഗേജിൽ കുടുങ്ങിയത്. പിന്നാലെ അത് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഫയർഫോഴ്സിനെ ട്രാഫിക് വിവരം അറിയിക്കുന്നതിന് ശേഷം ഫയർഫോഴ്സ് സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. പിന്നീട് അതിന് മുകളിൽ കയറി അത് ബാർ മുറിച്ച് നീക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാത്രമേ ആ വാഹനം കടത്തിവിടാൻ കഴിയുമായിരുന്നുള്ളൂ. ഏതാണ്ട് ഒരു മണിക്കൂർ സമയത്തിലധികം, അതായത് ആ പ്രദേശം വടുതല, പച്ചാളം ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. വലിയ തോതിൽ ഈ സമയത്തൊക്കെ ആളുകൾ വൈകുന്നേരം സമയങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വാഹന തിരക്കുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഒരു മണിക്കൂറോളം വലിയ കുരുക്ക്, അതായത് കിലോമീറ്ററുകളോളം കുരുക്ക് നീളുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെയാണ് അങ്ങോട്ടേക്ക് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തി പണിപ്പെട്ട് അത് മുറിച്ചു നീക്കി ലോറി അല്പം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഗതാഗത കുരുക്ക് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം അത്രയധികം നീണ്ട സമയത്ത് ഈ വാഹനം കുടുങ്ങിക്കിടന്നതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു പോയിരുന്നു. പതിയെ ആ കുരുക്ക് അവിടെ അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെയ്നർ ലോറി നീക്കി ഗതാഗത കുരുക്ക് അഴിയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് സജോ ദേവസ്യ പങ്കുവച്ചത്.